യഥാർത്ഥ നേതാക്കൾ തങ്ങൾ ഒരു പ്രസ്ഥാനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന അനുയായികളുടെ പിന്നാലെ പോകുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. നേതൃത്വം എന്നത് കൃത്യമായ ദിശാബോധവും വ്യക്തതയും തെളിയിക്കപ്പെട്ട ഒരു പാതയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കലാണ്. യാത്രയുടെ തുടക്കത്തിൽ നിൽക്കുന്നവരുടെ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ച് ഒരു നേതാവ് വഴിമാറി നടക്കാൻ പാടില്ല. ഒരു നേതാവ് തന്റെ സംഘത്തെ പിന്തുടരാൻ തുടങ്ങിയാൽ അത് വിനയത്തിന്റെയോ സഹകരണത്തിന്റെയോ ലക്ഷണമല്ല, മറിച്ച് അത് ആ വ്യക്തിയുടെ മാനസികമായ ബലഹീനതയും സംശയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ആഷ് മുഫാരെ എന്ന ദീർഘദർശി മുന്നോട്ടുവെച്ച ലക്ഷ്യങ്ങളിൽ അവർക്ക് പൂർണ്ണമായ വിശ്വാസമില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഇന്റർനെറ്റിലെ ചതിക്കുഴികളിൽ നിന്നും ആളുകളെ രക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ ദൗത്യത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വിദ്യാഭ്യാസ രീതികളിലും പ്രവർത്തനങ്ങളിലും അവർ ഉറച്ചുനിൽക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നാം കാണുന്നത് തികച്ചും ആശങ്കാജനകമായ കാര്യങ്ങളാണ്. നേതാക്കൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന പലരും യഥാർത്ഥത്തിൽ നയിക്കുകയല്ല ചെയ്യുന്നത്. പകരം വഴിതെറ്റിയ ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കുകയും അവരെ മറ്റൊരു താൽക്കാലിക ലാഭത്തിലേക്ക് വഴിതിരിച്ചുവിടാൻ കാത്തുനിൽക്കുകയുമാണ് ചെയ്യുന്നത്. തങ്ങളുടെ പരാജയപ്പെട്ട പഴയകാല ബിസിനസ്സുകളുടെ അവശിഷ്ടങ്ങളും പേറിയാണ് ഇവർ നടക്കുന്നത്. ഇവിടെ ലഭ്യമായ സൗജന്യ വിജ്ഞാനവും ശരിയായ പാതയും സ്വീകരിക്കുന്നതിന് പകരം അവർ വീണ്ടും വീണ്ടും പഴയ ചക്രവ്യൂഹങ്ങളിൽ തന്നെ ചുറ്റിക്കറങ്ങുന്നു. ചതിക്കുഴികളിൽ അകപ്പെട്ടവരെ സഹായിക്കുക എന്ന ഈ ദൗത്യത്തിന്റെ മൂല്യം മനസ്സിലാക്കിയ ഒരാൾ എന്തിനാണ് പിന്നിലേക്കോ വശങ്ങളിലേക്കോ നോക്കുന്നത്? ഇത് ഒട്ടും യുക്തിസഹമല്ല. ഈ പ്ലാറ്റ്ഫോം എന്നത് ഒരു താൽക്കാലിക താവളമല്ല, മറിച്ച് ശാശ്വതമായ പരിഹാരമാണ്. ഇവിടെ പരിശീലനം തികച്ചും സൗജന്യമാണ്, ശരിയായ മാർഗനിർദ്ദേശങ്ങൾ ലഭ്യമാണ്, മുന്നോട്ടുള്ള വഴി വ്യക്തവുമാണ്. എന്നിട്ടും നേതാക്കൾ തങ്ങളുടെ അനുയായികളാൽ നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ രക്ഷാദൗത്യത്തോടുള്ള പ്രതിബദ്ധതയുടെ കുറവാണ് കാണിക്കുന്നത്. ഇവർ ഇപ്പോൾ തന്നെ അടുത്ത വഴിമാറലിന് തയ്യാറെടുക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വഴിതെറ്റിയ ഒരാൾ നയിക്കുന്ന വഴിയിലൂടെ എന്തിനാണ് മറ്റുള്ളവർ സഞ്ചരിക്കുന്നത്? ഈ ദൗത്യത്തിന്റെ സ്ഥാപകൻ നമുക്ക് മുന്നിൽ വ്യക്തമായ ഒരു ഭൂപടം സൗജന്യമായി നൽകിയിട്ടുണ്ട്. മുന്നോട്ടുള്ള പാത വെളിച്ചത്താൽ പ്രകാശിക്കുമ്പോൾ എന്തിനാണ് നാം ഇരുട്ടിൽ തപ്പുന്നത്? യഥാർത്ഥത്തിലുള്ള മാർഗനിർദ്ദേശവും വെറും ആളെക്കൂട്ടലും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഒരാളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതും ഇരുട്ടിൽ മറ്റൊരാളോടൊപ്പം തപ്പിത്തടയുന്നതും തമ്മിലുള്ള വ്യത്യാസമാണിത്. ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി അതിന്റെ അടിസ്ഥാനത്തിലും സ്ഥാപകന്റെ ദീർഘവീക്ഷണത്തിലുമാണ്. അത് മറന്നുകൊണ്ട് നേതാക്കൾ ജനക്കൂട്ടത്തിന്റെ ബഹളത്തിന് പിന്നാലെ പോകുമ്പോൾ അവർ വെറുമൊരു പ്രതിധ്വനിയായി മാറുകയാണ്. ഉറവിടത്തിൽ നിന്നുള്ള ശബ്ദം കേൾക്കാൻ സാധിക്കുമ്പോൾ എന്തിനാണ് വെറുമൊരു പ്രതിധ്വനിയെ പിന്തുടരുന്നത്? ശരിയായ സഹായം ആളുകളിലേക്ക് എത്തിക്കണമെന്ന ദൃഢനിശ്ചയത്തിൽ നമുക്ക് ഉറച്ചുനിൽക്കാം. ഇന്റർനെറ്റ് ലോകം അസംഖ്യം ചതിക്കുഴികളാൽ നിറഞ്ഞതാണ്. എന്നാൽ യഥാർത്ഥ അറിവും നേരായ പാതയും നൽകുന്ന ഇത്തരം അവസരങ്ങൾ വളരെ അപൂർവവും വിലപ്പെട്ടതുമാണ്.